ആദി 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 ഈ പെണ്ണ് ദവിടെ പോയി കിടക്കാണ്. വിളിച്ചാലും കൊണ്ട് വിളി കേൾക്കൂല. ആദി ഇമ്മ ഞാൻ ഇവിടെ ഉണ്ട്. ബാക്കില് തുണികളൊക്കെ അയലമ്മ വിരിച്ചിടാൻ വേണ്ടിട്ടേ ഇമ്മനല്ല എന്നെ പറഞ്ഞു വിട്ടത്. എന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് വിളിക്കണ്. ആ മൂത്തമ്മേ ഇപ്പൊ വിളിച്ചിരുന്ന് എല്ലാരും കൂടിയേ ഇങ്ങോട്ട് വരണുണ്ട് എന്ന് പറഞ്ഞ്. ഇഞ്ഞേ അന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോവുള്ളാല. ഇന്റെ ആള് പോയിട്ടേ നമ്മൾ അപ്പുറത്തെ റൂമിലെ ആ വിരിയൊക്കെ ഒന്ന് മാറ്റി വിരിക്ക്. ചിലപ്പോ അക്കുണ്ടാവും ഓരോ കൂടെ. ആ അതിന് അക്ക് ഇവിടെ നിക്കുന്നു തോന്നുന്നുണ്ടമ്മാക്ക്. നല്ല ആളാണ് അവന്. ഇല്ലടി പെൺകുട്ടിയെ, നല്ല ആളാ ഇവിടെ നിക്കാന്. മൂത്തമ്മ വിളിച്ചപ്പോളേ പറഞ്ഞത് കേൾക്കണച്ച്. ഓരോ കൂടെ ചിലപ്പോ വന്നൂടായില്ല അവന്റെ അടുത്തേക്ക്. മൂത്തമ്മ രാവിലെ വിളിച്ചപ്പോ പറയാണേ വന്നിട്ടേ ഒരു നേരം ആ കുട്ടി പെരയിൽ കുത്തിരുന്നിട്ടില്ലാല. ഫുൾ ടൈം കൂട്ടുകാരന്മാരെ കൂടെ ഇരുന്നാല. എനിക്ക് കേൾക്കണത് അങ്ങനത്തെ ഓനാണ് നമ്മളിവിടെ വന്ന് നിൽക്കണത്. നല്ല ആളാണ്. ചെറുപ്പത്തിൽ എങ്ങാനായിട്ട് വന്ന് നിന്നതല്ലേ മൂത്തമ്മാന്റെ കൂടെറ്റ്. പിന്നെ ഈ വൈക്ക് വന്നിക്കണ വന്നിങ്ങാണ്ട് പോവുക, അവനോട് തല്ലുകൂടി കൂടുക, അങ്ങനെ ഒന്ന് പോവുക എന്നല്ലാതെ നിക്കണ്. ഞാനേ മൂത്തപ്പി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിജയ് ആ റൂമത്തെ പഴയ വീഡിയോ ഒന്ന് മാറ്റിയിട്ടേ ആ അൽമാറയിലുണ്ടാവും ഉമ്മ. പുതിയത് മടക്കി വെച്ചിട്ട് അതൊന്ന് എന്താണ് വിരിച്ചിട് ചെല്ലേ. ഇമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദേഷ്യപ്പെടുങ്ങളിനോട്. ദേഷ്യപ്പെടാനുള്ള കാര്യമാണ് എൻ്റെ ആള് പറയണേച്ചാല് ഉമ്മ ദേഷ്യപ്പെടും. ഇല്ലെങ്കിൽ ദേഷ്യപ്പെടും ഇല്ല. എൻ്റെ ആള് കാര്യം എന്താ വെച്ചാൽ പറയാൻ നോക്ക്. അതൊന്നുമില്ലമ്മ, കല്യാണല്ലേ കുറച്ച് നീട്ടാൻ പറ്റുമോ? നമ്മളവേ കുറച്ച് ഓക്കാവണ വരെ. അല്ല ആദ്യ ഇത് കുട്ടിക്കളിയാന്ന് കരുതിന്ന് ഉമ്മാന്റെ കുട്ടി അല്ല അറിയാൻ പാടി എന്നൊരു ചോദിക്കണം ഉമ്മ. ഇമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ മാഞ്ഞാളത്തിന് ഇവിടെ കുത്തിരിക്കാണ് ഞങ്ങള് അങ്ങനെ കരുതിന്ന് ജി? എന്തിൻ്റെ ആളെ മനസ്സില് ഇമ്മ അറിയാൻ പാടി എന്നൊരു ചോദിക്കാണ്. എനിക്ക് തോന്നുമ്പോ കല്യാണം വേണ്ടാന്ന് വെക്കാനോ തോന്നുമ്പോ കല്യാണം വേണമെന്ന് വെക്കാനേ ഇതെന്താ അത് കുട്ടിക്കളിയാന്ന് വിചാരിച്ചിരുന്ന? ആ പെരക്കാരൻ നമ്മളെ മാഞ്ഞാളത്തിന് നിക്കാന്ന് വിചാരിച്ചിരുന്ന ജി? ഇമ്മാനി മൂത്തമ്മാനി മൂത്താപ്പാനൊക്കെ ഈ പൊട്ടന്മാരാകണ പരിപാടി ഉണ്ടല്ലോ എനിക്ക്. അതാണ് നിർത്തിക്കാടിന്റെ കുട്ടി. വലിയ കാര്യമുള്ള കാര്യമാണല്ലേ അത്. എനിക്ക് തോന്നുമ്പോ കല്യാണം വെക്കുക, തോന്നുമ്പോ കല്യാണം വേണ്ടാന്ന് പറയാ. എന്തത് എന്റെ മാഞ്ഞാളത്തിന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാണ് ഇവിടെ. ഇത് ചില്ലറ പണിയാണിത്. ജീവിതം വെച്ചിട്ടാണ് എന്റെ ഈ കളി മനസ്സിലാക്കി കച്ചി. ഇമ്മ ഞാൻ ഒരക്ഷരം മുണ്ടി പോകരുത് ജി. എന്റെ മാഞ്ഞാളത്തിന് ഇമ്മ കൊറേ കൂട്ട് നിന്നതാണ്. ഇനി ഇമ്മാന അതിന് കിട്ടൂല. ഓള് കല്യാണം വേണ്ട പോലും. അവന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഇമ്മ ഹലോ ഹലോ മോളെ ആവുക. ഇത് ചേച്ചിയാടാ. മനസ്സിലായി ചേച്ചിയാ, പറ. മോളെ ചേച്ചി ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്റെ ഇത്ത ആദ്യം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ അവൾക്കിപ്പോ വിവാഹം വേണ്ടെന്നൊക്കെയാ പറയുന്നത്. ചേച്ചി ആദ്യമല്ല ഇതൊരു കുട്ടിക്കളി മാതിരിയാണ് കാണുന്നത്. ആദ്യമല്ല മോളെ കുട്ടിക്കളി കളിക്കുന്നത്, നീയാണ്. ഞാൻ ഇപ്പൊ എന്താ വേണ്ടത് ചേച്ചിയെ? എനിക്ക് പറ്റാഞ്ഞിട്ടാണ് ചേച്ചിയെ ഞാൻ. അറിയാം മോളെ, പക്ഷെ നീ ആദിക്ക് വേണ്ടി എല്ലാം മറക്കാൻ ശ്രമിച്ചേ ഇപ്പൊ പറ്റുള്ളൂ മോളെ. എല്ലാം കുട്ടികളിയായിട്ട് കാണരുത്. ആദിക്ക് വേണ്ടി എല്ലാം സഹിച്ചേ പറ്റുള്ളൂ. എല്ലാം മറന്ന പോലെ അഭിനയിച്ചേ പറ്റുള്ളൂ. ഞാൻ സംസാരിച്ചോളാം ആദിനോട്, ചേച്ചി ടെൻഷൻ ആവണ്ട. ആദിയുടെ വാശി മോൾക്ക് അറിയാവണതല്ലേ മോളെ. ആദിയുടെ ജീവിതം നിന്റെ കയ്യിലാണ്. എന്നാ ചേച്ചി വെക്കട്ടെടാ. ഒരു പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളാക്കണ പണി കുട്ടിക്കില്ല. എന്നിട്ട് വലിയ വർത്താനം പറയാൻ വേണ്ടി വന്നിക്കണ കല്യാണം വേണ്ടാന്ന്. കഥ എന്താ അത്? കുട്ടികളി കളിക്കണേനൊരു ഇതില്ലേ? എപ്പോഴും കുട്ടിക്കളിയാന്നാണ് വിചാരം. 14 വയസ്സായി. എന്നിട്ടും സെയിനുവാ തിരുമ്പിയത് ഓരടാണ്. ഞാൻ അപ്പുറത്ത് കൊറേ വിളിച്ച്. എവിടെ ആദി?
ആദ്യം അവിടെ ഔത്തുണ്ടെന്നു ആദ്യന്റെ കൂട്ടൊന്നും പറയാതിരിക്കാണ് നല്ലത് താത്ത. എല്ലാതും ഓൾക്കൊരു കുട്ടിക്കളിയാണോ. അതിപ്പോ എന്താ പമ്പർന്നോളജ് ഇപ്പൊ അങ്ങനെ പറയണത്? ഞാൻ മുന്നങ്ങളോട് പറഞ്ഞില്ല താത്ത നമ്മൾ അവന്റെ കാര്യം. ആ ഒരു പയ്യനെ ഇഷ്ടാണ്, അവക്ക് വേണ്ടിയിട്ടാണ് ആദ്യ കല്യാണത്തിന് സമ്മതിച്ചതെന്നു ആ കാര്യല്ലേ? ആ അതന്നെ. ആ പയ്യനെന്നോ ഒരു ആക്സിഡന്റില് പഠിച്ചവൻ അങ്ങോട്ട് കൊണ്ടുപോയി. അവൻ അങ്ങോട്ട് പെണ്ണ് കാണാൻ വരികയെന്നാല നമ്മൾ ആദ്യന്റെ കല്യാണ നിശ്ചയം ഉറപ്പിക്കണതിന്റെ മുന്നേ അതിന് പഠിച്ചവൻ കൊണ്ടുപോയി. എന്ത് എന്റെ പതിരീങ്ങളെ, നമ്മളവേ അതിനെ പറ്റി അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ ഫോൺ വിളിച്ചു നോക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് എന്നേ പറഞ്ഞിരുന്നത്. പിന്നെ ഓളെ കൂട്ടുകാരത്തി ആരും പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെ ഇവളൊരു കൂട്ടുകാരത്തിക്ക് വിളിച്ചതാണ്, അങ്ങനെയാണ് അറിഞ്ഞത്. മിഞ്ഞാന്നാന്നു അറിഞ്ഞത്. അന്ന് മുതൽക്ക് ഇന്റെ കുട്ടി ഒരു അന്നത്തിന്റെ വള്ളം ഇറക്കിയിട്ടില്ലെന്നോ നിങ്ങൾക്ക് അറിയാം. എന്താ ഇവിടെ കിടന്ന് കാട്ടിയെന്ന പരാക്രമം എന്നുള്ളത്. പിടിച്ചിട്ട് ഒതുങ്ങണ്ട് എന്റെ കുട്ടിക്ക് ഇപ്പോഴും നൊലോളി മാറിയിട്ടില്ല. എത്ര വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്. എന്നിട്ട് എന്റെ കുട്ടിക്ക് ഒരു മാറ്റമില്ല. പിന്നെ ഞാനും കയറി ഇത്രയും പെട്ടെന്നൊന്നും മനസ്സിന്ന് മായൂല. ഇനി ഓള് സാവധാനം നേരെ ആയിക്കോളെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഓളെ പാട്ടിനാണ്ട് വിട്ട്. ഓളെ കരയാനുള്ളതും ഓളെ പരാതി പറിച്ചിലൊക്കെ കട്ടും ഇരുന്ന് കേച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ഇന്ന് വൈകുന്നേരം മൂത്തമ്മയും മൂത്താപ്പൊക്കെ വരണുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഓരൊക്കെ വന്നിങ്ങാണ്ട് കുറച്ച് സമാധാനം ആയിക്കോളെന്നും വിചാരിച്ചു ഞാൻ. നാളല്ലേ പാതിന്റെ കല്യാണം. ആ കുട്ടിക്ക് ഇത്ര ആയുസേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ നമ്മൾ സമാധാനിക്കല്ലാതെ മാർഗമില്ലല്ലോ. നമ്മളിപ്പോ കുറെ കരഞ്ഞിട്ടും അവനെ പോലെ തന്നെ നമ്മളും സങ്കടപ്പെട്ടിരുന്നിട്ട് ഇപ്പൊ എന്ത് കാര്യമാണ്? ഇന്റെ കുട്ടിക്കും ഭാഗ്യമില്ല, ആ കുട്ടിക്കും ഭാഗ്യമില്ല, അത്ര നമ്മൾ കരുത്തിയാ മതി. അതൊന്നുമല്ല. അതിന്റെ ഇടക്കാണ് ഇപ്പൊ ആദ്യം വന്നിട്ട് ഇന്ന് എന്നോട് ഇപ്പൊ നേരം പറയാണ് ഓൾക്ക് കല്യാണം വേണ്ടാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഓളെ മാഞ്ഞാളത്തിന് കുത്തിരിക്കാണോ നമ്മളിവിടെ? ഓള് കൊറേ കല്യാണം വേണമെന്ന് പറയും, കൊറേ കല്യാണം വേണ്ടാന്ന് പറയും. എന്താപ്പത്? ആ മൂത്താപ്പാനിട്ട് വഷളാക്കണതിനൊരു അരുതില്ലെന്നോ. ആ മനുഷ്യർക്ക് അങ്ങാടിക്ക് ഇറങ്ങണ്ടേ? ഇപ്പൊ വന്ന കൂട്ടരാന്നുണ്ടെങ്കിൽ നല്ല കൂട്ടരാണെന്നോ. ആ മൂത്താപ്പായിട്ടല്ല ഞങ്ങളെ പിന്നാലെ വരെ മാഞ്ഞാളത്തിന് ഇങ്ങനെ നിക്കണത്. അത് ഞങ്ങളെ സ്വന്തമാണെങ്കിൽ കുഴപ്പമില്ല, സ്വന്തം ചോരകൾ വരെ ഞങ്ങളെ കൂടെ നിക്കണില്ല. നിങ്ങൾക്ക് അറിയില്ല താത്ത ഞങ്ങളെ അവസ്ഥ. അച്ചോ എന്താ കേൾക്കണ സൈനോ? അതന്നെ പറഞ്ഞത്. ആദ്യന്റെ ഒരു മാഞ്ഞാളം കണ്ടിക്കണ നിങ്ങള്. ഒരന്തല്ലാത്ത കളിയല്ലാതെ ഈ കുട്ടീന്റെ അടുത്ത് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഈ കല്യാണത്തിന്റെ തലേന്ന് വിളിച്ചു കണ്ട് ഓരോട് പറയാ നമ്മള് ഈ കല്യാണം നടക്കൂല എന്നുള്ളത്. അത് ഇവളെ ആദ്യത്തെ കെട്ടാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ കെട്ട് ആ ചെക്കൻ ആദ്യത്തെ കെട്ടും. എന്നിട്ടും ഇവളെ കെട്ടാന്ന് വന്നീലേ. അത് നല്ല കൂട്ടക്കാര്. മാഞ്ഞാളത്തിനൊരു അരുതില്ലെന്നു. നിങ്ങൾക്ക് കേൾക്കണ താത്ത വലുതായിട്ട് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അതിനാ പെരക്കാര് സമ്മതിച്ച്. മുട്ടായി കൊടുക്കല് വേണ്ടാന്ന് പറഞ്ഞു. അതിനാ പെരക്കാര് സമ്മതിച്ച്. പെണ്ണ് കാണല് വേണ്ടാന്ന് പറഞ്ഞു. അതിനാ പെരക്കാര് സമ്മതിച്ച്. പിന്നെന്താ ചെക്കനക്ക് കാണണമെന്ന് പറഞ്ഞാണ്ട് ഓനും ഓന്റെ അമ്മായും കൂടി വന്ന് കണ്ട്. അതൊക്കെ ഇതിന്റെ ഇടക്ക് നടന്നത് ഞങ്ങളോട് പറഞ്ഞില്ലേ. എല്ലേത് ഇവളെ മാഞ്ഞാളത്തിന് അവര് കൂട്ടി നിന്നിക്കണ്. എന്നിട്ട് ഇപ്പൊ വെച്ചുകാണ്ട് ഓള് പറയണ ഓൾക്ക് കല്യാണം വേണ്ടാന്ന്. ഇന്റെ ആൾ ഇങ്ങനെ വേജാറാവണ്ട. ആദ്യേ അവന്റെ സങ്കടം കാണാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞതാവും. അതിന് ഇന്റെ ആൾ ഇങ്ങനെ വേജാറാവണ്ട. ഓള് കല്യാണത്തിന് പിന്മാറൊന്നുമില്ല. നാളെ കല്യാണം വെച്ചുകാണ്ട് ഇന്ന് ഓളാണ്ട് കല്യാണത്തിന് പിന്മാറിയല്ലേ. അത്രക്ക് അന്തമില്ലാത്തൊന്നല്ല ഇന്റെ ആദി. ഇക്കറിയില്ലെന്നോ എന്താണ് ആ പെൺകുട്ടിന്റെ മനസ്സിൽ എന്നുള്ളത്. അല്ല സൈനോ, നാളെ പള്ളിക്ക് വെച്ചിട്ടാണ് നിക്കാഹ്. മാറ്റിക്കാനൊന്നും ആരും വരണില്ലേ? രാവിലെ 9 മണിക്കാന്ന് നിക്കാഹ്. മാറ്റിക്കാനേ 2-3 ആൾക്കാർ വരണുള്ളൂ. അതിന്റെ അടുക്ക് ആദ്യം പറഞ്ഞ് മാറ്റിക്കാൻ ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ട, ഞാൻ ചുരിദാർ ഇട്ടോണ്ടെന്ന്. ഇതിനൊക്കെ ഐറ്റങ്ങൾ സമ്മതിച്ച് പുതിയ എന്തോ ചുരിദാറാണ് കൊടുന്നിക്കണത്. ഇന്നലെ കൊടുന്നാ നിൽക്കണം അവര് വൈകുന്നേരം. അത് നിങ്ങൾക്ക് അറിയാം. എല്ലാത്തിനും സമ്മതിച്ച്. ആ പെരക്കാര് പറഞ്ഞ ഒരു തരി പണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു കുടുംബം അവൾക്ക് കിട്ടുഞ്ഞി. ഒരു പ്രാവശ്യം അവൾ കുറേ കണ്ണീര് പിടിച്ച്. ആദ്യത്തെ കെട്ടില് കുറെ അനുഭവിച്ചിട്ട് അവിടുന്നൊക്കെ സമാധാനമായിട്ട് പഠിച്ചാൽ ചിലപ്പോ നല്ലൊരു ജീവിതം അവൾക്ക് കൊടുത്തതാവും. എന്നിട്ട് അതിനെ വെച്ചുകാണ്ട് ഇങ്ങനെ മാഞ്ഞാളം കളിക്കോള്. ടീച്ച അതൊന്നും കാര്യാക്കണ്ട എന്റെ സൈനോ. ഓൾക്ക് പഴയതൊന്നും മറക്കാൻ പറ്റാഞ്ഞിട്ടാവും. എല്ലാ ഓളെ കെട്ടാൻ പോണ ചെക്കനെ എന്താ പണി? ആ കുട്ടി ഗൾഫിലാന്നോ. ആ കുട്ടി കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാല. അന്നത്തോടെ ലീവ് കഴിഞ്ഞും ചെയ്തിക്കണാല. അതെന്ത് ഏർപ്പാടാണ്? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ചെക്കൻ ഗൾഫിൽ പോവാന്ന് പറയുന്നത്. അതിന് താത്ത ആ കുട്ടി വന്നിട്ട് 3-4 മാസം ആയിക്കണേ.
ഒരു പ്രാവശ്യം നമ്മൾ ആദ്യം കാണാൻ വരാന്ന് നിങ്ങാണ്ട് കല്യാണം ഇതൊക്കെ ശരിയായതല്ലേ, ഫോൺ നമ്പറൊക്കെ ഇങ്ങോട്ട് കൊടുത്തത് ഇനിയില്ലേ. അന്ന് ആദ്യം ഇതേമാർക്ക് വാശി പിടിച്ചിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. കല്യാണം നിശ്ചയത്തിൻ്റെ അടുത്ത് എത്തിയില്ലേ. എന്നിട്ടാണ് പിന്നെ അവൻ്റെ ഈ പ്രേമം ഇതൊക്കെ ഇവിടെ പിടിച്ചതിന് ശേഷം മൂത്തമൊരു ഉടായിപ്പണ്ട് ഇറക്കിയിട്ട് അവൻ്റെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കല്യാണത്തിന് സമ്മതിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ആദ്യം കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടാണ് ഈ പെണ്ണാണേലും ഇതൊക്കെ ഉണ്ടായത്. ഇവളെ മാഞ്ഞാളത്തിന് ആ കുട്ടി നിന്നതല്ലേ. നമ്മൾ ആദ്യമേ ആ കുട്ടി എവിടുന്നോ കണ്ടിക്കണാല. എനിക്ക് തോന്നണേ ഇവള് ഇതിൻ്റെ ഇടയ്ക്ക് കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിക്കാൻ പോയെന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇനി എവിടെയെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്നുള്ളത്. 3-4 മാസമായിക്കണാല് വന്നിട്ട്. ഗൾഫിൽ പണിയുള്ളവർക്ക് അതിന് മാത്രം ലീവ് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? അത് ശരിയാണ് എൻ്റെ ആള് പറഞ്ഞത്. ഞാൻ എന്നാ പോയിട്ടാ, ഞാൻ പോയിട്ട് രാത്രി വരാം. ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം വരണ്ടേ ഞാൻ. നിങ്ങൾ നേരത്തെ വരാൻ നോക്കിട്ടാ. നമ്മൾ വലിയ കല്യാണമായി കഴിക്കണേ എന്നെങ്കിലും നിങ്ങളൊക്കെ തന്നെ ഉള്ളു എനിക്ക് ബാക്കിക്കാരെന്ന് പറയാനായിട്ട്. എൻ്റെ ബാക്കിക്കാരൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണ തന്നെയല്ലേ. നിങ്ങൾ വേഗം വരാൻ നോക്കിട്ടാ. നമുക്ക് ഈ ഞവ്വൻ്റെ കല്യാണേ വലിയ കല്യാണമാക്കി കഴിക്കണം. ഇക്കറിയാലോ സൈനോ, അനക്ക് ഞങ്ങളൊക്കെ തന്നെ ഉള്ളതെന്നുള്ളത്. ഇനിയിപ്പോൾ ആദ്യൻ്റെ കാര്യത്തിൽ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. ആദ്യം അത്ര ചെറിയ ബുദ്ധി ഇല്ലാത്ത കുട്ടിയൊന്നല്ല. ഓൾക്ക് എല്ലാതും ചിന്തിച്ചിട്ട് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ചിലപ്പം ബേജാറായിട്ട് എന്നോട് വന്ന് പറഞ്ഞതാവും അവ അങ്ങനെ ഇരിക്കണത് കണ്ടപ്പോൾ. ഞാൻ പോയിട്ടാ വൈകുന്നേരം വരാം. ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാണ്ടേ എൻ്റെ ചെറൊന്നും കൂട്ടാൻ നിൽക്കണ്ട. മാറിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ ആദ്യൻ്റെ ജീവിതം കൂടി ഇല്ലാതാവും. നഷ്ടക്ക് മാത്രമാണ് നിന്റെ മനസ്സിലടക്കെടുക്കട്ടെ. അവ്വ ഡിയാൻ്റെ ഫോണൊന്നും താ. ഈ ആരാതി ഇക്ക് വേണ്ടിയിട്ടേ കല്യാണമൊക്കെ വേണ്ടാന്ന് വെക്കാന് അത്രക്കൊക്കെ ത്യാഗം ചെയ്യണം മോളെ. നീ മോളെ ഈ ആള് കൊള്ളാലോ മോളെ. ഞാൻ കുറച്ച് നേരത്തിനേ ഒന്ന് ഡൗൺ ആയിന്ന് കരുതിയിട്ടേ അപ്പൊ കല്യാണം വേണ്ടാന്ന് വെക്കാണ്. ഈ ഒരു കാരണം കിട്ടാൻ കാത്തിക്കുക അല്ലേ. ഈ ആള് തിരക്കടില്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. പൊയ്ക്കോണപ്പെടുന്ന് അഫ്സലിന്റെ വീട്ടിക്ക് നാളെ 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അന്നെ ഇവിടെ ഈ വീടിന്റെ ഒരു പരിസരത്തും കാണാൻ പാടില്ല. ആദ്യേ എനിക്ക് ഭയങ്കര വിശപ്പ്. ഈ ഒന്ന് വാരിത്തരും എനിക്ക്. നാളെ പോയിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാനും ഉമ്മ ഒറ്റക്കാവൂലേ. ഈ എന്നെ വിട്ട് പോവല്ലേ. ഇക്കൊന്ന് വാരിത്തരുമോ? ഇക്കൊരു പോതി ഈ വാരി തന്നിട്ടേ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അതാ തോന്നുന്നു നല്ല വിശപ്പെന്ന്. മോളെ ആദി, ഇനി നാളെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വൈക്ക് വരരുത് കേട്ടോ. എൻ്റെ വീടേ ഇനി ഇതല്ല, അഫ്സലിന്റെ വീടാണ്. ഞാനും ഒന്നേ കുറച്ച് ആശ്വാസത്തിൽ ഇവിടെ നിൽക്കട്ടെ. ഈ വായോ ഇത്ത ഭക്ഷണം വിളമ്പി വെക്കാം. വാ. ഞാൻ വരാം, ഇയാണ്ട് ചെല്ലേ.